ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസിൻ്റെ അവസ്ഥ ദയനീയമാണ്. ഈ ഡൽഹിയിലും നാം കണ്ടതാണ്, 0 സീറ്റാണ്. മുൻപ് 2015-ലും ഇപ്പോൾ 2020-ലും ഉണ്ടായി, 2025-ലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന് ഈ അവസ്ഥ വരാൻ കാരണം? അത് കോൺഗ്രസ്സിന് പറ്റിയ ഏറ്റവും വലിയ ഒരു ദുരന്തം ഇപ്പോൾ കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണെന്നുള്ള ഒരു ഇമേജ് അറിഞ്ഞോ അറിയാതെയോ നോർത്ത് ഇന്ത്യയിൽ പരന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കെജ്രിവാൾ തന്നെ അവിടെ ഒരു മുന്നണി എന്നുള്ള രീതിയിലേക്ക് പോകാത്തതിൻ്റെ പ്രധാന കാരണം ഡൽഹിയിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ കോൺഗ്രസിനെ കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് മറ്റൊരു ഹരിയാന ആയിരിക്കും എന്ന് കെജ്രിവാൾ ഭയന്നിരുന്നു. കാരണം ഇതൊരു ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഡൽഹിയെ സംബന്ധിച്ചുള്ള മുസ്ലിങ്ങളുടെ പാർട്ടിയായിട്ടിത് തരം താഴ്ന്നു നിൽക്കുകയാണെന്നും ഇവർക്ക് വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നും കെജ്രിവാൾ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ അകറ്റി നിർത്തിയത്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. കോൺഗ്രസ് അതിൽ നിന്ന് മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ സെക്കുലറിസം പറയുന്നെങ്കിലും അതൊരു സെക്കുലറിസം എന്ന് പറയുന്നത് ഒരു മുസ്ലിം പ്രീണനമാണെന്ന്, ആ വാക്ക് തന്നെ ഒരു BJP പറയുന്ന പോലെ സൂഡോ സെക്കുലറിസം ആണെന്ന് ജനങ്ങൾ ഒരു ആന്റി ഹിന്ദു വിശ്വസിക്കുന്ന ആന്റി നാഷണൽ ആക്കിയിട്ടുണ്ട്. അത് മിനിമം ആന്റി ഹിന്ദു എങ്കിലും ആക്കിയിട്ടുണ്ട്. ആന്റി ഹിന്ദു ഇമേജ് കോൺഗ്രസ് നിൽക്കുന്നിടത്തോളം കാലം ഉത്തരേന്ത്യയിൽ ക്ലച്ച് പിടിക്കില്ല. അതാണ് ഇപ്പോൾ. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഈ ഉത്തർപ്രദേശ് മേഖലയിലും രാജസ്ഥാനിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല? കാരണം ഹരിയാനയിൽ തന്നെ ഉത്തർപ്രദേശിൽ വിജയത്തിന്റെ പ്രധാന കാരണം അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവ് പക്ഷേ ഹരിയാനയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം നിയമസഭയിൽ തകർന്ന ഹരിയാനയിൽ അവർക്ക് കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അസംബ്ലി ഇലക്ഷനിൽ പക്ഷേ എന്നിട്ടും വിജയിക്കാൻ കഴിഞ്ഞല്ലോ. പ്രതിപക്ഷ അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ രീതിയിൽ എല്ലാവരും പറഞ്ഞിരുന്നു ഹരിയാനയിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു, നിയമസഭയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനെ കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കഴിവുകേടായിരിക്കും, ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ പോളിസിയെ ഏറ്റവും കൂടുതൽ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ നേതാക്കളും വിമർശിക്കല്ലേ. ഈ രീതിയിൽ പോയാൽ പറ്റില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞു കഴിഞ്ഞു, ഈ രീതിയിൽ പറ്റില്ല എന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു കഴിഞ്ഞു, ശരത് പവാർ പറഞ്ഞു കഴിഞ്ഞു, കെജ്രിവാൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് കാശ്മീരിലെ ഒമർ അബ്ദുള്ള വരെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നും ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിലാണ് ഇന്ത്യ മുന്നണി പണി തീർന്നു. ഉമർ അബ്ദുള്ള ആദ്യം പറഞ്ഞത് EVM-മായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ അതെ വെറും കുട്ടികൾക്ക് പോലും ദഹിക്കാത്ത ന്യായങ്ങൾ പറയുന്നു. ഇന്ന് കെജ്രിവാൾ അങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. EVM-നെ കുറ്റം പറഞ്ഞില്ല, ഞാൻ വിജയിയെ അഭിനന്ദിക്കുന്നു, പരാജയം ഏറ്റുപറയുന്നു എന്ന് പറയാനുള്ള മര്യാദയെങ്കിലും അദ്ദേഹം കാണിച്ചു. പക്ഷെ കോൺഗ്രസ് അതുപോലും കാണിക്കാറില്ല. കോൺഗ്രസ് എപ്പോഴും ഒന്നുകിൽ EVM-നെ കുറ്റം പറയും, അല്ലെങ്കിൽ BJP-യുടെ മേൽക്കൈയെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ഗുണ്ടായുസിനെ കുറിച്ച് പറയും. എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും മികച്ച നേതാക്കളാണ്. ഇപ്പോൾ മമതാ ബാനർജി ആയാലും ശരത് പവാർ ആയാലും കെജ്രിവാൾ ആയാലും അങ്ങനെ ഒരു അഖിലേഷ് യാദവ്, അങ്ങനെ ഡസൻ കണക്കിന് നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തരംഗമുണ്ടല്ലോ, ഒരു വലിയ വിജയമല്ല, എന്നാലും ഒരു 200 സീറ്റിന് അടുത്ത് ആ പാർട്ടിക്ക്, ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാത്തത്? ഈ നേതാക്കളെ പരിഗണിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാത്തത്? ഈ ലോക്സഭാ ഇലക്ഷനിൽ ഒരുപാട് ഗിമ്മിക്കുകൾ നടന്നിട്ടുണ്ട്. അന്തർദേശീയ ചില കരങ്ങൾ വരെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് BJP പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ BJP-യിലെ ചില ഉൾക്കളികൾ, അത് RSS-ൻ്റെ ചില കൈകൾ ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ സീറ്റുകൾക്ക് കോട്ടം വന്നതാണ് ഉത്തരേന്ത്യയിൽ സംഭവിച്ചത്, പ്രത്യേകിച്ച് UP-യിൽ സംഭവിച്ചതെന്നാണ് നമ്മളിപ്പോൾ അവസാനമായി വിലയിരുത്തി വച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും കോൺഗ്രസ്സിന് ആ സമയത്തൊരു പ്രഭാവം ഉണ്ടായതാണ്. കോൺഗ്രസ്സിന് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഭരണം ഏറ്റെടുക്കാൻ കഴിയും. 240 മാത്രം സീറ്റുള്ള BJP-യെ ഏത് വിധേനയും അവിടുത്തെ ഘടകകക്ഷികളിൽ ആരെങ്കിലുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് 270-ലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നൊക്കെയുള്ളൊരു ധാരണ വന്നെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സ്റ്റേച്ചറുള്ള ഒരു നേതാവും അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയുള്ള ഒരു നേതാവും ഇന്ന് കോൺഗ്രസ്സിലില്ല. ശരിക്കും പറഞ്ഞാൽ നരസിംഹറാവുവോ അല്ലെങ്കിൽ പ്രണബ് മുഖർജിയോ ഒക്കെ പോലുള്ള നേതാക്കളൊന്നും ഇന്ന് കോൺഗ്രസ്സിലില്ല. ഇന്ത്യ മുന്നണിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇന്ത്യ മുന്നണിക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങൾ കെജ്രിവാൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിലേഷ് യാദവും മമതാ ബാനർജിയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു പൊളിച്ചെഴുത്തിനുള്ള സമയമായി.
ആ പൊളിച്ചെഴുത്ത് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ കുറെ കൂടെ അധപ്പതനത്തിലേക്ക് പോകുമോ എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഇനി കോൺഗ്രസിനുള്ള ഒരു മാർഗം എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണി NDA എന്ന് പറയുന്ന പഴയ സംവിധാനത്തിലേക്ക് ഇത് ഈ ഇന്ത്യ മുന്നണി എന്ന് ചിലരെങ്കിലും കൂടെ അടർത്തിയെടുത്തുകൊണ്ട് ഒരു NDA ഉണ്ടാക്കുകയും ഇന്ത്യ മുന്നണി ഈ കെജ്രിവാളും മമതാ ബാനർജിയും അഖിലേഷ് യാദവ് കൂടെ ചേർന്നുകൊണ്ട് പ്രത്യേകമായിട്ടൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ വന്നുകൂടായികയില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കുമല്ലേ? അത് കെജ്രിവാളിന്റെ മനസ്സിൽ ഇപ്പോൾ അതിഭയങ്കരമായ വാശി വന്നതാണ്. കാരണം കെജ്രിവാൾ ഇപ്പോൾ വോട്ടിന്റെ എണ്ണത്തിൽ ഡൽഹിയിൽ യഥാർത്ഥ ഇന്ത്യ മുന്നണിയായി മാറിയത് കെജ്രിവാളിന്റെ പാർട്ടിയായിരുന്നു. SP അദ്ദേഹത്തിന് പിന്തുണ നൽകി, ശരത് പവാർ പിന്തുണ നൽകി, ഉദ്ധവ് താക്കറെ പിന്തുണ നൽകിയിട്ടുണ്ട്. അങ്ങനെ മമതാ ബാനർജി വരെ. അപ്പോൾ ഇന്ത്യ മുന്നണി അപ്പോൾ ഇനി മമതാ ബാനർജി നയിക്കുന്ന രീതിയിലേക്ക് മാറുമോ? ആ രീതിയിലേക്ക് മാറാൻ ഉള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം കെജ്രിവാളിന് മമതാ ബാനർജിയായിട്ട് വലിയ അടുപ്പമുണ്ട്. കെജ്രിവാളിന് ഇപ്പോൾ ഒരു വലിയ പക തന്നെ വന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം അത് പുറത്ത് ഈ പരാജയത്തിനിടയ്ക്ക് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിനെ തീർക്കുക എന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ട് ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് ഈ കെജ്രിവാൾ ആയാലും മമതാ ബാനർജി ആയാലും അഖിലേഷ് യാദവ് ആയാലും ശരത് പവാർ ആയാലും ഈവൻ DMK വരെ അങ്ങനെയാണ്. കോൺഗ്രസിനെ കോൺഗ്രസ് അവിടെയൊക്കെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരില്ലല്ലോ. കോൺഗ്രസ് ശിഥിലമായാൽ ഈ ഇന്ത്യ മുന്നണി, അതാണ് അതിലെ ഒരു വിരോധാഭാസം. ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ കോൺഗ്രസ് തകരണം, എന്നാൽ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവരെ നിർത്തുകയും വേണം. അപ്പോൾ ഈ ഒരു വിഷമസന്ധിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈ കോൺഗ്രസിന് ഈ സമയമുണ്ടല്ലോ, 29 എന്ന് പറഞ്ഞാൽ ഇനി ദീർഘമായ സമയമാണ് 2029. ആ 2029 വരുമ്പോഴേക്കും കോൺഗ്രസിനെ ഷൂ ആക്കി മാറ്റണം. എന്നിട്ട് ഇന്ത്യ മുന്നണിയിൽ അവർ ഒരു വലിയ ശക്തിയായിട്ട് പഴയ ജനതാ പാർട്ടി പോലെ ഒരു സാധനം രൂപീകരിച്ചെടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കെജ്രിവാൾ അടക്കമുള്ളവരുടെ താല്പര്യം. അത് എത്രത്തോളം വിജയിക്കുന്ന അറിഞ്ഞൂടാ. കാരണം കോൺഗ്രസ് അങ്ങനെ ചത്തുകൊടുക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ്സിന് പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവർക്ക് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഗ്രിപ്പുണ്ട്. അപ്പോൾ ഒരു NDA എന്ന് പറഞ്ഞാൽ അവർ നിന്നാൽ ചിലപ്പോൾ അവർക്കും പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇവർ വിചാരിക്കുന്ന പോലെ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഫലത്തിൽ പ്രതിപക്ഷ വോട്ടുകൾ ഛിന്നഭിന്നമായി വീണ്ടും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് BJPക്ക് അതൊരു നല്ല അവസരമായിട്ടും വരാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. ഇനി അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇപ്പോൾ ഹരിയാനയിൽ പരാജയപ്പെട്ടു, മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടു, ജമ്മു കാശ്മീരിൽ വിജയിച്ചപ്പോൾ അബ്ദുള്ള തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇത് എൻ്റെ വിജയമാണല്ല, കോൺഗ്രസിൻ്റെ വിജയമല്ല, അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പ്രചരണത്തിന് പോലും വന്നില്ലെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രചരണം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി എത്രത്തോളം ബാധിക്കും? രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനകത്തുനിന്നൊരു മത്സരത്തിനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യം പറഞ്ഞ പോലെ പല നല്ല നേതാക്കളെയും അവർ കൊന്നൊടുക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞെക്കി അമക്കി വെച്ചിരിക്കുകയാണ്. ചിലരെയൊക്കെ പ്രവർത്തക സമിതിയിൽ അങ്ങനെ ഒരു കുടത്തിനകത്താക്കി ഒരു കസേരയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു മത്സരത്തിന് വരാൻ വഴിയില്ല. അവിടെ ഒരു മത്സരം കൊണ്ടുവന്ന് തന്നെ നമ്മുടെ പിന്നെ തിരുവനന്തപുരം MP ശശി തരൂരാണ്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മത്സരിച്ചു. ആ മത്സരം പോലും വളരെ ദുർബലമായി പോയി. കാരണം കോൺഗ്രസിൻ്റെ ഒരു രീതി അതാണ്. കോൺഗ്രസിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു അടിമത്ത ശീലം നിൽക്കുകയാണ്. നേതൃത്വത്തിനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാവില്ല. ചെയ്താൽ അവനെ എങ്ങനെയെങ്കിലും പുറത്ത് കളയും. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഒരു വീട്ടിൽ നിന്ന് 3 പേര് MP മാരായിരിക്കുകയാണ്. അമ്മ, മോന്, മോള്, 3 പേരും MP മാരായിരിക്കുകയാണ്. ഇതൊരു പട്ടികജാതി പട്ടികവർഗക്കാരൻ്റെ വീട്ടിൽ നിന്നുണ്ടാവുമോ എന്ന് കോൺഗ്രസിനോട് ചോദിക്കുന്ന അവസ്ഥ വന്നു. കോൺഗ്രസ് ഇതൊരു പരിവാർ പാർട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ പരിവാറിനെ എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുന്നിടത്തോളം കാലം അവിടെ ഒരു ഭീഷണിക്ക് വകയില്ല. പക്ഷേ അവർ സ്വയം ഇങ്ങനെ നശിച്ചു പോകുമോ, ഇല്ലാതായി തീരുമോ എന്നുള്ളതാണ്. അങ്ങനെ തീരണമെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ഈ പറഞ്ഞ കെജ്രിവാൾ അടക്കമുള്ള മമത അടക്കമുള്ള നേതാക്കൾ കുറച്ചുകൂടെ ഉയർന്ന സ്റ്റേച്ചറിലേക്ക് വരികയും കെട്ടുറപ്പോടുകൂടി നിൽക്കുകയും പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും BJPക്ക് എതിരായി ഒരു ബദൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയണം. ഇപ്പൊ കൊണ്ടുവരുന്ന ചുമ്മാ BJP എതിർക്കുകയാണ്. ഹിന്ദു മുന്നണി ഈ ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലെല്ലാം BJPയെ പരാജയപ്പെടുത്താൻ, മോദിയെ പരാജയപ്പെടുത്താൻ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്ക് കഴിയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല? അദ്ദേഹം വലിയ ഈ പൈസയെല്ലാം മുടക്കി വലിയ യാത്രകൾ നടത്തിയിട്ട് ദയനീയമായി തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും നാം ഒരു അടുത്ത കാവിലെ മത്സരത്തിന് കാണാമെന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പോകുന്നത്. എന്തായിരിക്കും? BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒരു വലിയ സ്ട്രാറ്റജിക് പാർട്ടിയാണ്. വെറും ഒരു കൊച്ചു പാർട്ടിയല്ല. അവർ രാഷ്ട്രീയ സ്ട്രാറ്റജിയുണ്ട്, ദേശീയ സ്ട്രാറ്റജിയുണ്ട്, ദേശത്തിൻ്റെ സുരക്ഷ എന്ന് പറഞ്ഞ് അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്തർദേശീയമായിട്ട് പല രാജ്യങ്ങളെയും ഈ രാജ്യവുമായിട്ട് ചേർത്ത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇന്ത്യക്ക് വേണ്ട പോളിസികൾ എടുക്കാനും പല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്ട്രാറ്റജി അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയെ ഒരു വലിയ ശക്തിയായിട്ട് അവർ നിലനിർത്തിയിട്ടുണ്ട്.
ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൃപ്തി വരുന്ന പലതും പലപ്പോഴായിട്ട് ഇപ്പോൾ തന്നെ ഇൻകം ടാക്സിൻ്റെ എക്സംപ്ഷൻ വന്നില്ല. ഇങ്ങനെ ചില കാര്യങ്ങളിൽ പിടിമുറുക്കുന്നുണ്ടെങ്കിൽ പോലും, ചില കാര്യങ്ങളിൽ വിലക്കയറ്റവും മറ്റു കാര്യങ്ങളും ബുദ്ധിമുട്ടും വരുന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും അവർ ജനങ്ങളെ സംതൃപ്തി പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിൽ പോലും വിരോധത്തിലാക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. അഴിമതി എന്ന് പറയുന്നത് ഇതുവരെ പ്രകടമായിട്ടൊന്നും ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് അല്ലെ. എന്നിട്ട് പ്രാദേശിക പാർട്ടികൾക്ക് മുന്നിൽ എങ്ങനെയാണ് തീർച്ചയായിട്ടും ബംഗാളിൽ നാം കണ്ടിരുന്നു. അവിടെ എല്ലാം വർഗീയത ഉണ്ട്. അതാണ് ഈ ഹിന്ദി ബെൽറ്റിൽ ഇവർ തോൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ബംഗാളിൽ പിന്നെ മുസ്ലിങ്ങളുടെ ഒരു പിന്തുണയാണ് എന്ന് പറയുകയും കാശ്മീരിലും അത് തന്നെയാണ് സംഭവിച്ചതെന്ന് പറയുകയും ഇതിൽ ജാർഖണ്ഡിൽ മാത്രമേ ഒരു വ്യത്യാസം വന്നുള്ളൂ. അത് ഒരു സിമ്പതി വോട്ട് കിട്ടിയതാണ്. ഒരു ഗിരിവർഗ്ഗക്കാരനെ ഇങ്ങനെ പിടിച്ച് ജയിലിൽ അടച്ചു, വേറെ ആരെങ്കിലും ആണെങ്കിൽ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രചരണം നടത്തി. അതൊരു സിമ്പതി വോട്ട് പോലെ അവർക്ക് കിട്ടി. പാവപ്പെട്ട ആദിവാസി ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തതെന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് അവിടെ. പിന്നെ അവിടെയും വേറെ പ്രശ്നമുണ്ട്. ഒരു തലയുയർത്തിയ നേതാവില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഫട്നാവിസിനെ പോലെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ അവിടെ ഇല്ലായിരുന്നു. അതൊരു വലിയ പ്രശ്നമായിരുന്നു. ഈ ഡൽഹിയിലും അത് സംഭവിച്ചതന്നെ. പക്ഷേ കെജ്രിവാളിൻ്റെ തല അങ്ങ് അത്രയധികം താഴ്ന്നു പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെയും നേരിയ പല മാർജിനും ചിലപ്പം BJP ഒരു 5 or 7 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഈ നിലയൊക്കെ മാറിപ്പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് വരാതെ നിന്നത് BJPയുടെ ഒരു പിന്നെ ക്ഷേമ പ്രവർത്തനത്തിൻ്റെയും എല്ലാവിധ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഒക്കെ പറഞ്ഞതും ഹിന്ദുത്വ കാർഡും എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയം തന്നെയാണ്. BJP ഈ സന്ദർഭത്തിൽ ഈ കാർഡുകളൊന്നും ഉപയോഗിച്ച് ഇപ്പോൾ പ്രതിപക്ഷം പയറ്റുന്ന ഒരു കാർഡ് ഉപയോഗിച്ച് അവർക്ക് നേരിടാൻ ഒക്കില്ല. BJPയെ നേരിടണമെങ്കിൽ അവർക്ക് ഒരു ബദൽ രാഷ്ട്രീയ സംവിധാനം കൊണ്ടുവരണം. ഇന്ത്യക്ക് ഉപകരിക്കുന്ന മറ്റൊരു പോളിസി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിയണം. അത് BJP ചെയ്യുന്ന പോലെ ഇവർക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു പോളിസിയും പറയാനില്ല. ഞങ്ങൾ അഗ്നിവീറിനെതിരാണ്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിലില്ല, കർഷകർ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ബദൽ സംവിധാനം എന്തുണ്ട് നിങ്ങൾ പറയൂ എന്ന് പറയാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസിൻ്റെയിലോ ഇന്ത്യ മുന്നണിയിലോ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അത് കെജ്രിവാൾ പറയുന്നത് ഇവരങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കിതുണ്ടാക്കാം, നമുക്കങ്ങനെ ഒരു ബദൽ സംവിധാനമായിട്ട് വരാൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ ബഹളം നമുക്ക് കാണേണ്ടി വരും. അത് BJPക്ക് ഒരുപക്ഷെ അത് കുറേ നാളത്തേക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.